ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. മനുഷ്യൻ്റെ മഹത്വത്തെ അളക്കാനുള്ള ഏകകങ്ങളിലൊന്ന് എത്ര കുലീനമായിട്ട് അയാൾക്ക് ചില കാര്യങ്ങളെ വിട്ടുകളയാൻ പറ്റിയെന്നുള്ളതാണ്. ടു ഗീവ് വേ ഈസ് ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ. വഴിമാറുകയാണ് ഏറ്റവും കുലീനമായ വഴി. പുരാണങ്ങളും മഹത് ജീവിതങ്ങളുമൊക്കെ ഭൂമിയോട് പറയാൻ ശ്രമിക്കുന്ന മന്ത്രം അത് തന്നെയാണ്. ഭീഷ്മരായാലും യയാതിയുടെ കഥയായാലുമൊക്കെ തങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങൾ വിട്ടുകളഞ്ഞ മനുഷ്യരുടെ കഥയാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിൽ ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് കരുതുന്ന മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. അത് എത്ര കുലീനമായിട്ടാണ് ഇന്ദ്രപ്രസ്ഥയിൽ നിന്ന് വിട്ടുപോകുന്നത്. ആ ദിനങ്ങളിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ചിത്രം ലോകത്തിൻ്റെ കണ്ണ് നിറച്ചു. ഒരു വശത്ത് തെരുവിൽ മനുഷ്യർ സ്വാതന്ത്ര്യത്തിന് നൃത്തം ചവിട്ടുമ്പോൾ, പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുമ്പോൾ, ബാപ്പുജി എതിരെ നടന്നു പോവുകയാണ് വടിയും കൊത്തി. നിസ്സംഗതയോടുകൂടി, അല്ലെങ്കിൽ ആ പദം അത്ര നല്ലതല്ല, നിർമ്മമതയോടുകൂടി തങ്ങളുടെ വിജയങ്ങളിൽ നിന്ന് നടന്നു പോകുന്ന മനുഷ്യരാണ്. തങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യരാണ്. വേദപുസ്തകം നിറയെ അത്തരം സൂചനകളുണ്ട്. തനിക്ക് അർഹതപ്പെട്ട രാജ്യം വേണ്ടെന്ന് വെച്ചൊരു കൂട്ടുകാരൻ്റെ കഥയുണ്ട്, ജോനാഥൻ. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള കൂട്ടായിട്ട് ഗണിക്കപ്പെടുന്നു. സാവൂള് ജന്മനാൽ പ്രകൃതിയാൽ അത്ര അധർമ്മിയൊന്നുമല്ല. അയാൾ മുഴുവൻ അധർമ്മവും ചെയ്യുന്നത് ഒരുപക്ഷെ തൻ്റെ മകന് തുല്യനായിട്ട് വളർന്നു വരുന്ന ദാവീദിനെ ഇല്ലാതെയാക്കാനും അങ്ങനെ മകൻ അർഹതപ്പെട്ട ചില കാര്യങ്ങൾ ഉറപ്പുവരുത്താനുമാണ്. എന്നിട്ടോ ജോനാഥൻ എന്ന സാവൂളിൻ്റെ മകൻ, ദാവീദിൻ്റെ ഉറ്റ സ്നേഹിതൻ, എത്ര കുലീനമായിട്ടാണ് വഴിമാറുക. അതുകൊണ്ടാണ് ജോനാഥ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ദാവീദ് പാടിയ കീർത്തനം വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. 1000 സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ നീ എനിക്ക് സ്നേഹം നൽകിയെന്ന് പറഞ്ഞ്. അപ്പോൾ വേദപുസ്തകം നിറയെ അത്തരം കഥകളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. യോഹന്നാനെക്കുറിച്ച് അവൻ്റെ കാലത്തിന് സ്നാപയോഹന്നാൻ, അവൻ്റെ കാലത്തിന് യാതൊരു തർക്കവുമില്ല. യേശുവിനും ഇതേപോലെ ഒത്തിരി തർക്കങ്ങളുണ്ട്. യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനവും ഒക്കെ ആവശ്യത്തിലേറെ നിരീക്ഷിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാന് മീതെ ഏതെങ്കിലും തരം വിമർശനം ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ആ മനുഷ്യനെ പ്രവാചകനായിട്ട് തന്നെ അംഗീകരിച്ചു, ദൈവശബ്ദമായിട്ട് തന്നെ ഗണിച്ചു. എന്നിട്ടും ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് എത്ര കുലീനമായിട്ടാണ് ഈ മനുഷ്യൻ മാറിപ്പോവുക. ആരോ അയാളോട് പറയുന്നുണ്ട്, നീ സ്നാനം കൊടുത്ത ആൾ നിന്നേക്കാൾ കൂടുതൽ പേരെ ആകർഷിക്കുമെന്ന് പറയുമ്പോൾ മണവറത്തോഴൻ്റെ നേരം കഴിഞ്ഞു, ഇനി മണവാളിൻ്റെ നേരമാണെന്ന് പറഞ്ഞ് എത്ര തലയെടുപ്പോടുകൂടിയാണ് ആ മനുഷ്യൻ പിൻവാങ്ങുക. ഒരുപക്ഷെ യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ച് പോലും നമുക്ക് സംശയമുണ്ട്. അതിനെ കൊലപാതകം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും മരുഭൂമിയിൽ മാത്രം പ്രാർത്ഥിരുന്നൊരു മനുഷ്യൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്തിനാണ് പട്ടണത്തിലേക്ക് വരുന്നത്? എന്തിനാണ് ഭരിക്കുന്ന രാജാവിനെ ചലഞ്ച് ചെയ്യുന്നത്? അയാൾ ബോധപൂർവം പുറത്തേക്ക് കടക്കാനുള്ള ചില ശ്രമങ്ങളിൽ ഏർപ്പെട്ടതായിരിക്കുമോ എന്ന് പോലും സംശയിക്കാവുന്നതാണ്. അയാൾ പതുക്കെ വഴിമാറുന്നതായിരിക്കാം. അങ്ങനെ തുടങ്ങുന്ന വേദപുസ്തകത്തിൻ്റെ കഥ, ഈ കുലീനമായ പിൻവാങ്ങലിൻ്റെ കഥ ഒടുവിലെത്തുന്നത് യോഹന്നാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ശിഷ്യനില്ല. യേശുവിൻ്റെ ഉത്ഥാന ദിനത്തിൽ, ഈസ്റ്റർ നാളിൽ കല്ലറ തേടിപ്പോയ സ്ത്രീകൾ തിരികെ വന്നിട്ട് പരിഭ്രാന്തരായിട്ട് പറയുകയാണ്, കല്ലറ ശൂന്യമാണ്. ശൂന്യമായ കല്ലറയുടെ പൊരുൾ കൃത്യമായിട്ട് പിടുത്തം കിട്ടിയ 2 പേര്, യോഹന്നാനും പത്രോസും. അവരിങ്ങനെ വളരെ തിടുക്കത്തിൽ ഓടിപ്പോവുകയാണ്. ആദ്യം ഓടിയെത്തുന്ന യോഹന്നാനാണ്. സ്വാഭാവികമായിട്ടും അയാൾ ചെറുപ്പമാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നിട്ടോ അടുത്ത വരി എന്താണ്? അയാളകത്ത് പ്രവേശിക്കാതെ പുറത്ത് കാത്തിരുന്നു. പത്രോസിന് പ്രവേശിക്കാൻ വഴിമാറിക്കൊണ്ട്. അത്തരം ചില അനുഭവങ്ങൾ സുവിശേഷ ചരിത്രങ്ങളിൽ അത്ര നമ്മൾ കാണുന്നില്ലായിരുന്നു ഇതിനു മുമ്പ് വരെ. യേശു മരിക്കുന്നതിന് ഒരു 18 മണിക്കൂർ മുമ്പ് പോലും തങ്ങളിൽ ആരാണ് വലിയവൻ തർക്കത്തിലായിരുന്നു അവർ. ഇപ്പോഴാവട്ടെ കരുത്തും ബലമുള്ള മനുഷ്യർ ബാക്കിയുള്ളവർക്ക് വേണ്ടി വഴിമാറുകയാണ്. അർഹതയുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു ജീവിതത്തിന് എന്തൊരു ഭംഗിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ സർവീസിൽ നിന്ന് മരിച്ച അദ്ദേഹത്തിൻ്റെ ജോലി ആ ജ്യേഷ്ഠന് അവകാശപ്പെട്ടതായിരുന്നു. എന്നിട്ടും അയാളുടെ ഒരു അനുജനെക്കുറിച്ച് ആവശ്യത്തിലേറെ ആശങ്കകളുണ്ടായിരുന്നു. ഇത്തിരി കുട്ടിയും കോലും കളിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് നടന്നിരുന്ന ഇത്തിരി അലസനായ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആവശ്യത്തിലേറെ ആശങ്ക ഉണ്ടായിരുന്ന ഈ ജ്യേഷ്ഠൻ തനിക്ക് അർഹതപ്പെട്ട ഈ ജോലി പല കാരണം കൊണ്ട് മാറ്റി വെച്ച് അനുജൻ മേജറാകുന്നത് വരെ വെച്ച് നീട്ടി ഒടുവിൽ ആ തൊഴിൽ അനുജന് കൊടുത്തിട്ട് തൻ്റെ
ആ ചെറിയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയ കഥ. ലോകം മുഴുവൻ ഇങ്ങനെ ഒത്തിരി ത്യാഗത്തിൻ്റെ കഥകൾ കിടപ്പുണ്ട്. സഹനം എന്ന് പറഞ്ഞൊരു വാക്കിനെയല്ല യേശു ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സഹനത്തെ എങ്ങനെ ത്യാഗമാക്കാമെന്നുള്ളത്. അതായത് സഫറിങ്ങും സാക്രിഫൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. സഫറിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മീതെ ആരോ അടിച്ചേൽപ്പിക്കുന്ന വിധിയോ കാലമോ മറ്റു വ്യക്തികളോ ഒക്കെ നിങ്ങളുടെ മീതെ വരുത്തുന്ന, നിങ്ങളുടെ മീതെ പെയ്യുന്ന. എന്നാൽ നിങ്ങളതിനെ മറ്റൊരു വീക്ഷണത്തിൽ നിന്ന് കാണാൻ പഠിക്കുമ്പോൾ, മറ്റൊരു ആംഗിളിൽ നിന്ന് അതിനെ സമീപിക്കാൻ പഠിക്കുമ്പോൾ അതിന് ത്യാഗമെന്ന് പറയുന്ന ഒരു മുദ്ര ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് യേശു എപ്പോഴും സഹനത്തെ വിളിച്ചിരുന്ന വാക്ക് സ്നാനമെന്ന്. ബോധപൂർവം ഒരാൾ അനുവർത്തിക്കുന്ന, സ്നേഹപൂർവ്വം ഒരാൾ വേണ്ടെന്ന് വെക്കുന്ന കർമ്മങ്ങളൊക്കെ ആയിട്ട് വേണം അതിനെ തിരിച്ചറിയാനായിട്ട്. നമ്മുടെ കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് അഗ്നിസാക്ഷി എന്ന് പറയുന്ന പുസ്തകമായിരിക്കും. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഓരോ കാലത്തും അതിന് പുനർവായനകളുണ്ട്. നന്നായിട്ട് അത് ഇപ്പോഴും വായിക്കപ്പെടുന്നുണ്ട്. അഗ്നിഹോത്രിയിൽ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നൊരു മനുഷ്യൻ വാസ്തവത്തിൽ ആ വലിയ തറവാട്ടിൽ പലതും അയാൾ വേണ്ടെന്ന് വെക്കുക. അയാളുടെ ദാമ്പത്യ ഒരു ഇൻറ്റിമസികൾ പോലും അയാൾ വേണ്ടെന്ന് വെക്കുന്നത് അതേ തറവാട്ടിൽ ഇങ്ങനെ പുത്രനില്ലാതെ മരിച്ച ഒരു അകന്ന ബന്ധുവിന് വേണ്ടിയാണ്. അവർക്ക് കുറച്ചൊരു മാനസിക പ്രശ്നങ്ങളുമുണ്ട്. ഈ സ്ത്രീ ഈ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞെന്നാൽ നീ ആയിരിക്കും എനിക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരിക. അങ്ങനെ തൻ്റെ ആരുമല്ലാത്ത ഈ വൃദ്ധയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ഈ മനുഷ്യൻ സ്വാഭാവികമായിട്ട് അത്തരം ചില കർമ്മങ്ങളുടെ ഒരു ഭാഗമായിട്ട് ആ ദാമ്പത്യ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വല്ലാതെ വിള്ളലുമായിട്ടാണ് ഇയാളുടെ ഒരു ത്യാഗം അനുഭവപ്പെടുന്നത്. പിന്നീട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ മനുഷ്യൻ ജീവിച്ചത് തനിക്ക് വേണ്ടിയല്ല. അയാൾ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ജീവിതം എന്ന് പറയുന്നത് ഒരു അഗ്നിഹോത്രമാണ്, ഒരു അഗ്നിസ്നാനോ യജ്ഞോ എന്തൊക്കെയോ നമ്മൾ അതിനകത്ത് കരിച്ചു കളയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്തോ ചില കാര്യങ്ങൾ നന്നായിട്ട് സ്ഫുടം ചെയ്യുന്നുണ്ട്. ഭംഗിയായിട്ട് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന മനുഷ്യരിലൂടെയൊക്കെ സംഭവിക്കുന്ന ഇത്തരം അഗ്നിസ്നാനമാണ്. അതുകൊണ്ടായിരിക്കണം യോഹന്നാൻ ജലം കൊണ്ട് സ്നാനപ്പെടുത്തിയ ഒരാൾ പറഞ്ഞത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തും. കൊടിയ അനുഭവങ്ങളെ, ഒഴിവാക്കാനാവാത്ത ദുരന്തങ്ങളെയൊക്കെ എങ്ങനെ അഗ്നിസ്നാനമാക്കാമെന്നുള്ളത് നല്ലൊരു വിചാരം തന്നെ. യേശു ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അർഹതയുള്ള ഇടങ്ങളിൽ നിന്ന് പുറകോട്ട് മാറിയിരിക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ജീവിതപാഠവുമൊക്കെ ആയിട്ടാണല്ലോ യേശു ആരംഭിക്കുക. നിങ്ങൾ വിരുന്നുമേശ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മുൻപന്തിയിലിരിക്കരുത്, നിങ്ങൾക്കെല്ലാം അർഹത ഉണ്ടാവാം. പിന്നീട് പറയുന്ന കാര്യങ്ങൾ പുറകിൽ നിന്ന് നിങ്ങളെ കണ്ടെത്തി മുന്നിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചെറിയ മനസ്സിന് നിരക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ സംസാരിച്ചായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ മാറി നടക്കുക എന്ന് പറയുന്നൊരു കാര്യം. തങ്ങളെക്കാൾ എങ്ങനെയാണ് മനുഷ്യരിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാറി നടക്കാനാവുക? എപ്പോഴും വിചാരിക്കരുത് ഈ വഴിമാറാത്ത മനുഷ്യർ. നമുക്കറിയാം അത്തരം ഒത്തിരി പ്രതിസന്ധികൾ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. അധികാരികൾക്ക് വഴിമാറാനായിട്ടുള്ള തടസ്സങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പത്രങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിനകത്ത് എല്ലാ മേഖലകൾക്കകത്തും ഈ വഴിമാറാനായിട്ട് മടിക്കുന്ന മനുഷ്യരുണ്ട്. എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളായിട്ട് നമ്മുടെ വീടിനകത്ത് അരങ്ങേറുന്ന ആ ഒരു ചെറിയ പ്രതിസന്ധി, ആ ചെറിയൊരു ശീതസമരം, അമ്മയും വീട്ടിലേക്ക് പുതുതായിട്ട് വന്ന മകളും തമ്മിലുള്ള ആ തർക്കങ്ങളുടെ കാരണം എന്തായിരിക്കാം? ഇന്നലെ വരെ താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ മറ്റൊരു കൈ വരുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ അത്രയും ഡിസ്റ്റൻസായിട്ട് കാണാനായിട്ട് ആ സാധു സ്ത്രീക്ക് പറ്റുന്നില്ല. ഇന്നലെ താൻ കാപ്പി കൊടുത്തെടുത്ത് ഇന്ന് വീട്ടിൽ വന്ന പെൺകുട്ടി തൻ്റെ മകന് കാപ്പി കൊടുക്കുന്ന ആ സ്ത്രീക്ക് അത്രയും വൈകാരികമായ ഒരു അനുഭവത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ കാണുമ്പോൾ അതത്ര എളുപ്പത്തിൽ ദഹിക്കുന്നില്ല. അവിടം തൊട്ട് ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന, അഭിമുഖീകരിക്കുന്ന മിക്കവാറും സംഘർഷങ്ങൾക്ക് പിന്നിൽ ഈ വഴിമാറാനായിട്ട് മടിക്കുന്നവരുടെ കഥയുണ്ട്. പക്ഷെ എന്തോ ഗണ്യമായ ഒരു കുറവ് അവരിലുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. വളരെ അപൂർവം ഇടങ്ങളിൽ മാത്രമാണ് യേശു സ്വീകരിക്കപ്പെട്ടത്. അത് യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നൊരു വിചാരം. 1-2 ഇടങ്ങളിൽ മാത്രമാണ് ദേശവാസികൾ വന്നിട്ട് പറഞ്ഞത്, നീ ഞങ്ങളോടൊപ്പം പാർക്കണമേ, ഞങ്ങളുടെ കൂടെ കുറച്ചു കാലം കൂടി കഴിയണമെന്നൊക്കെ പറയുന്നത്. ബാക്കി മിക്കവാറും എല്ലാ ഇടങ്ങളിൽ നിന്നും യേശു റിജക്റ്റ് ചെയ്യപ്പെടുക. ഈ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്ക് മുഴുവൻ ഗ്രാമമൊക്കെ വന്നിട്ട് യേശുവിനോട് നഗരം വിട്ടു പോകാൻ പറഞ്ഞ കഥകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ടും അപൂർവമായിട്ട് സ്വീകരിക്കപ്പെട്ട ഇത്തരം ഇടങ്ങളിലൊക്കെ യേശു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അല്ല എനിക്ക് മറ്റു നഗരങ്ങളിലേക്കും പോകുന്നുണ്ട്. എന്നിട്ട് ആ മറ്റു നഗരങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. ആ നഗരങ്ങളാവട്ടെ കൃത്യമായിട്ട് വേദപുസ്തകം വായിച്ചെടുക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും യേശു റിജക്റ്റ് ചെയ്ത നഗരങ്ങളാണ്. അപ്പോൾ സ്വീകരിക്കപ്പെടുന്ന ഇടങ്ങളിൽ
ചേർത്ത് പിടിക്കുന്ന മനുഷ്യരിൽ മാത്രം ജീവിതം ചുരുങ്ങേണ്ടതല്ലെന്നും വളരെ സ്നേഹമുള്ള ഇടങ്ങളിൽ നിന്ന് പോലും ഒന്ന് കണ്ണുയർത്തി അല്ലെങ്കിൽ കണ്ണ് തുടച്ച് പോകാനുള്ള ബലം വേണമെന്നുമൊക്കെ യേശു പഠിപ്പിച്ചതിൻ്റെ ഭാഗം കൂടിയായിരിക്കും അത്. സ്വാഭാവിക സന്യാസത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ പോലുള്ള സമ്യക്കായിട്ട് ത്യജിക്കാൻ കഴിയുള്ള ആൾ എന്നുള്ളതാണ് ആ വാക്കിൻ്റെ എത്തിമോളജി. അതിൻ്റെ വേരെങ്ങനെയാണ്, എവിടെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് ധാരണയുള്ള ഒരാളാണ്. ഒരുതരം ഇങ്ങനെ നിർമ്മമത രൂപപ്പെടുത്തിയ ഒരാൾ. ഏതൊരു കാഴ്ചയ്ക്കും ചില അകലങ്ങൾ ആവശ്യമാണ്. നമ്മൾ കലയിലൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, എസ്തറ്റിക് ഡിസ്റ്റൻസ്. ഒരു ചിത്രം ഭിത്തിയിൽ പതിച്ച് കഴിയുമ്പോൾ അത് വളരെ അടുത്ത് നിന്ന് കണ്ടു കഴിഞ്ഞെന്നാൽ അതിങ്ങനെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ബ്ലെയർ ചെയ്യും. അപ്പോൾ ആ ചിത്രം കാണാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ദൂരമുണ്ട്. ഗാലറികളിലൊക്കെ റോഡ് വെച്ചിരിക്കുന്നത് ചിത്രത്തെ നിങ്ങൾ തൊട്ട് മോശമാക്കുന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഈ അകലത്തിൽ നിന്ന് കണ്ടാലേ ഈ ചിത്രത്തിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. അത് കണക്ക് എന്തിലും ഏർപ്പെടുന്ന മനുഷ്യർക്ക് കുറേ കഴിയുമ്പോൾ ആ ചിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും പിന്നീട് അതിൻ്റെ കാഴ്ചയുടെ ഭംഗി പോകുക എന്നുള്ള ഒരു സൂചന കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പ്രകാശമുള്ള സന്യാസ മനസ്സുള്ള മനുഷ്യരൊക്കെ തെല്ല് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതെപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനുഷ്യർ മാറാതെ പോകുന്നത്, വഴിമാറാതിരിക്കുന്നത് അധികാരത്തുള്ള ആകർഷണവും തങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അമിതമായ തെറ്റിദ്ധാരണ കൊണ്ടോ അല്ല. സ്വാഭാവികമായിട്ട് അത്തരം കാരണങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായേക്കാം. വളരെ കുറച്ച് പേരിൽ അത് മാത്രം എന്ന് കാണുന്നതായിരിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ആരെയും വിധിക്കേണ്ട ബാധ്യത നമുക്കില്ല. എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പ് ബെനഡിക്റ്റിനെ കുറിച്ച് വായിച്ച കണക്കാണ്. പോപ്പ് ബെനഡിക്റ്റ് എത്ര ദൈവത്തിലേക്കുള്ള വഴിയെന്ന് ചോദിക്കുമ്പോൾ ഒരു പത്രക്കാരൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, എത്ര മനുഷ്യരുണ്ടോ അത്രയും ദൈവത്തിലേക്കുള്ള വഴിയാണ്. അത് കണക്ക് എത്ര ശരികളുണ്ട് ലോകത്തെന്ന് ചോദിക്കുമ്പോൾ എത്ര കോടി മനുഷ്യരുണ്ടോ അത്രയും ശരികളുണ്ട്. അപ്പോൾ ആരും ഏതെങ്കിലും ഒരു ബുദ്ധിമോശത്തിലോ ഏതെങ്കിലും ദുഷ്ടതയിലല്ല ചില കാര്യങ്ങളോട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവരുടെ തന്നെ ഭീതിയാണ്. തങ്ങൾ ആരംഭിച്ച, തങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയ ചില കാര്യങ്ങൾ തങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നുള്ള ഭീതി. ഇവിടെയാണ് വേദപുസ്തകം നമുക്ക് മറ്റൊരു ഭംഗിയുള്ള പ്രകാശം തരുന്നത്. യോഹന്നാൻ്റെ അധരങ്ങളിലൂടെ അത്, എനിക്ക് പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. പൊതുവെ ഒരു തലമുറയ്ക്ക് അടുത്ത തലമുറയെക്കുറിച്ച് വല്ലാത്ത ആശങ്ക, തങ്ങൾ കൊണ്ടു നടന്ന കുലീനത, തങ്ങൾ അനുഭവിച്ച പക്വതയൊക്കെ ഇവർ പുലർത്തുമെന്നുള്ള വല്ലാത്ത ഭയമാണ്. അടുത്ത തലമുറയുടെ ഭംഗിയെ തിരിച്ചറിയാനും അടുത്ത തലമുറയുടെ സാധ്യതയെ വാഴ്ത്താനുമൊക്കെയുള്ള മനസ്സായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ കുലീനമായിട്ട് പുറത്ത് കിടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചാരമായിട്ട് അതാണ് ഈ സന്ധ്യയിൽ എനിക്ക് കൈമാറാനുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വരും തലമുറയുടെ സാധ്യതയെക്കുറിച്ച് കുറേ കൂടി ധാരണയുള്ളവരായിരിക്കുക. യേശു ഈ മനുഷ്യരെ വിധിക്കുന്ന കുറേ പേരെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിധിക്കും. എന്തുകൊണ്ട്, എങ്ങനെയാണ് യേശു പിശാചുക്കളെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് തർക്കം ഉണ്ടായപ്പോൾ അത് പിശാചുക്കളുടെ തലവനായ ബീൽസെബൂളിനെ കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഈ തിന്മയുടെ ശക്തികളെ ഉച്ചാടനം ചെയ്യുക? നിങ്ങളുടെ മക്കളായിരിക്കും നിങ്ങളെ വിധിക്കാൻ പോവുക. അപ്പോൾ വരും തലമുറയെ നമ്മളല്ല വിധിക്കേണ്ടത്, വരും തലമുറ നമ്മളെയാണ് വിധിക്കാൻ പോവുക. ചെറുപ്പക്കാരുടെ ഭംഗിയെ തിരിച്ചറിയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മഹത്വത്തിൻ്റെ വലിയ അടയാളങ്ങളൊന്നാണ്. സോക്രട്ടീസൊക്കെ മഹാനെന്ന് വിളിക്കാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ അത്തരമൊരു വിശേഷണത്തിൽ ആ മനുഷ്യൻ നിലനിർത്തുന്നത്? ചെറുപ്പക്കാരുടെ സാധ്യതകളെ തിരിച്ചറിഞ്ഞു. അയാൾക്കെതിരായി ഉയർന്ന ആരോപണം പോലും അതായിരുന്നു, ഇയാൾ ചെറുപ്പക്കാരുടെ സ്നേഹിതനായിരുന്നു എന്ന അളവിൽ എനിക്ക് തോന്നുന്നു യേശുവിനും കടന്നു പോകേണ്ട വരുന്ന ആരോപണം അതായിരിക്കാം. തീരെ എങ്ങും എത്തില്ലെന്ന് കരുതിയ സമൂഹ വിളിമ്പിലുള്ള ചെറുപ്പക്കാരെയൊക്കെ സ്നേഹിതരാക്കി. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത വരുന്ന തലമുറ ഇവരുടെ ഭംഗി ആഴമൊക്കെ കണ്ടെത്താനായിട്ട് മനസ്സിനെ പരിശീലിപ്പിച്ചാൽ നല്ലത്. അവർക്ക് പലതും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ യോഹന്നാൻ പറഞ്ഞത്ര വിനയത്തോടോ റിയലൈസേഷനോടോ ഒക്കെ നമ്മൾ പറയണമെന്നില്ലെങ്കിൽ പോലും വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറ് പോലും അഴിക്കാൻ യോഗ്യനല്ലെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ അഗാധമായ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരാളാണ് ഇനി വരാനിരിക്കുന്നത്. പലപ്പോഴും പിൻവാങ്ങാതിരിക്കാനുള്ള നമ്മുടെ ആശങ്കകളുടെ കാരണത്തെ പരിഹരിക്കാനായിട്ട് ഈ ഒരു വിചാരം മതിയാവും. വെറുതെ
സ്വന്തം മക്കളെ നിരീക്ഷിച്ചാൽ പോലും നിങ്ങൾക്കിത് പിടുത്തം കിട്ടും. എന്തൊരു സ്വാഭാവിക നന്മയുള്ള മക്കളാണ് നമുക്കുള്ളത്. ഒരു ലളിതമായ ഉദാഹരണം കൊണ്ട് ഈ കാര്യം ഒരു പക്ഷെ സൂചിപ്പിച്ച് പോകാവുന്നേ ഉള്ളൂ. ഒരു 40-ലോ 50-ലോ ഒക്കെ എത്തിയിരിക്കുന്ന ഒരു പേരൻ്റ് എടുക്കുക, അച്ഛനെ അമ്മയെ എടുക്കുക. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഓർക്കാറുണ്ടോ? നമ്മൾ മനുഷ്യൻ്റെ വൈകല്യങ്ങളെ നന്നായിട്ട് പരിഹസിച്ചിരുന്നു. ഒരു ഇത്തിരി കണ്ണിന് ദോഷമുള്ള ഒരാളെ കോങ്കണ്ണാന്നും, ചെറുതായിട്ട് ഒന്ന് ചാഞ്ഞു കിടക്കുന്ന ഒരാളെ മുടന്തനെന്നും, ഇത്തിരി സ്ത്രൈണഭാവങ്ങളുള്ള ഒരാളെ പെണ്ണനെന്നും പൊണ്ണനെന്നും, തടിയുള്ള ഒരാളെ പൊണ്ണനെന്നും ഒക്കെ വിളിച്ച് മനുഷ്യരുടെ അപ്പിയറൻസ് ആയിരുന്നു നമുക്ക് പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. അവരാരുടെയെങ്കിലും വൈകല്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? കാലിന് ഒരു പ്രശ്നമുള്ള കുട്ടിയെയും എടുത്ത് ഉയർത്തി കൃത്യമായിട്ട് ക്ലാസ് മുറിയിൽ കൊണ്ടുപോയി ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അവനെ വാഷ്റൂമിൽ കൊണ്ടുപോയി അവൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്നിട്ട് വരുന്ന ഈ നല്ല മക്കൾ, ഇവരെയൊക്കെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇവർ നമ്മൾ രൂപപ്പെടുത്തിയ കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അപക്വത കൊണ്ട് നശിപ്പിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? വരുവാനുള്ളതിനുള്ള ഒരു വിശ്വാസം, അത് ഒരു അടിസ്ഥാന ശിലയാണ്. ഈ കുലീനമായി മാറിക്കൊടുക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന ശില. ബെനഡിക്ട് മാർപ്പാപ്പയുടെ പരാമർശം വന്നതുകൊണ്ട് ഓർത്തു പോവുകയാണ്. എന്തൊരു നടപ്പില്ലാത്ത കാര്യമായിരുന്നു അദ്ദേഹം ചെയ്തത്. ഒരുപക്ഷെ പണ്ടെങ്ങോ മാത്രം സഭയുടെ ചരിത്രത്തിൽ എങ്ങോ കേൾവിയുള്ളൊരു കാര്യം, സ്ഥാനത്യാഗം ചെയ്യുക. പോപ്പ് അങ്ങനെ അവസാനത്തോളം ആയിരിക്കുക എന്നുള്ളതായിരുന്നു പാരമ്പര്യം. ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ട് അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് മാറിക്കൊടുത്തത്. അതിനുശേഷം വന്ന ഒരാളുടെ ജനപ്രിയത, അതിനുശേഷം വന്ന ഒരു മനുഷ്യൻ നടത്തുന്ന വളരെ കരുണാപരമായ ഇടപെടലുകളൊക്കെ എന്തുമാത്രം സന്തോഷത്തോടുകൂടി ആ വന്യ വയോധികൻ നിശ്ചയമായിട്ട് ഇപ്പോൾ വീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ഭംഗിയുള്ള ഉദാഹരണങ്ങളുണ്ട്. അവനവനെ അത്ര ഗൗരവമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതും പതുക്കെ പഠിച്ചെടുക്കാവുന്നൊരു പാഠമാണ്. എനിക്ക് തോന്നുന്നു ജീവിതാനന്ദത്തിൻ്റെ ഒരു പാഠം തന്നെ അത് തന്നെ. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. തീരെ അപ്രസക്തരാന്ന് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ ചില റോളുകളുണ്ട്, അവരുടേതായ ചില കർമ്മങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ആനുപാതികമല്ലാത്തൊരു പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരു രസവുമില്ല. നമ്മളെ തന്നെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, എപ്പോഴും ഇങ്ങനെ അധികാരത്തുള്ള ഭ്രമവും എപ്പോഴും വെള്ളിവെളിച്ചത്തിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ മാത്രമല്ല മനുഷ്യരിങ്ങനെ വഴിമാറാതിരിക്കുന്നത്. അവരുടേതായ ആകുലതകളും ഭീതികളും അവരുടെ അടുത്ത തലമുറയ്ക്കുള്ള അണ്ടർ എസ്റ്റിമേഷൻസും ഒക്കെ ഉണ്ട്. നന്നായിട്ട് കുലീനമായിട്ട് വഴിമാറിയ ആ ദാവീദിൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് പതുക്കെ ഈ വിചാരങ്ങളെ പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ. ദാവീദ് ദേവാലയം പണിയാൻ വേണ്ടി തീരുമാനിച്ചു. ദൈവം പറഞ്ഞു, നീ ആ ദേവാലയം പണിയില്ല. എന്താ കാര്യം? നിൻ്റെ കയ്യിൽ ആവശ്യത്തിലേറെ രക്തം വീണിട്ടുണ്ട്. ഓർമ്മിക്കണം, ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും ഓർമ്മിക്കേണ്ട, വായിച്ചെടുക്കേണ്ട ടെക്സ്റ്റാണ് ഇത്. കയ്യിൽ രക്തത്തിൻ്റെ കറ വീണിട്ടുള്ള, അധർമ്മത്തിൻ്റെ കറയുള്ള ഒരാൾക്കും പള്ളി പണിയാൻ അവകാശമില്ല. നിർഭാഗ്യവശാൽ ഭൂമിയിൽ ഉയരുന്ന പല ദേവാലയങ്ങളെക്കുറിച്ചും നമ്മുടെ സന്ദേഹവും തർക്കവും അവിശ്വാസവും അതാ. ഇതിന് പിന്നിലുള്ളൊക്കെ ഇങ്ങനെ വളരെ ശുദ്ധമായ, വളരെ നിർമ്മലമായ അധ്വാനവും പണവുമൊക്കെ ആണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ദേവാലയം പണിയാൻ കാക്ഷിച്ച ആ മനുഷ്യന് ദൈവം വിലക്കിയ. ഇനി അത് ആരാ പണിയാനുള്ളത്? സ്വാഭാവികമായിട്ട് തൻ്റെ മകനത് പണിയുമെന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെയെങ്കിൽ മകനെ അത് ഏൽപ്പിച്ചിട്ട് ആ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ മാത്രമല്ല അയാൾ തീരുമാനിച്ചത്. അയാൾ ദേവാലയം പണിയാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും കരുതി വെച്ചു. കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ജെറുസലേമിലേക്ക് കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ചു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ശലോമോൻ ആ ദേവാലയം പണിതുയർത്തുമ്പോൾ ശലോമോന് ഇതൊന്നും ശേഖരിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മുടെ ഭാഷയിൽ വെറുതെ അസംബിൾ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങളുടെ കഥ ഇതൊക്കെ അല്ലേ. കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഇന്നത് കണ്ടുപിടിച്ചാൽ ഇന്നയാളെന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിച്ചതാണ് ഈ കാര്യം. എത്രയോ തലമുറകൾ, എത്രയോ രാവുകളിൽ തങ്ങളുടെ ആ വിളക്കിൻ്റെ രണ്ടറ്റവും കത്തിച്ച് ചെലവഴിച്ച യാമങ്ങൾ, അവർ കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ, അതിൻ്റെ ഫലം ഒരാൾ കൊയ്തെന്ന് മാത്രം വിചാരിച്ചാൽ പോരെ. അപ്പോൾ എല്ലാം ഒരു നൈരന്തര്യമാണ്, തുടർച്ചയാണെന്ന് തിരിച്ചറിയുന്ന അത്തരമൊരു ഫിലോസഫിയെക്കുറിച്ച് ധാരണയുള്ളവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഭംഗി സൂക്ഷിക്കാനാവൂ. കുലീനമായിട്ട് വഴിമാറുക.
ഏതൊക്കെ ചെറിയിടങ്ങളിലാണോ ഒരുപക്ഷെ നമ്മൾ മുന്നോട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ഇടങ്ങൾ ഉൾപ്പെടെ അവിടെയൊക്കെ ആ പഴയ ആ ഒരു വാക്ക് 2000 വർഷം പഴക്കമുള്ളൊരു വാക്ക് ഓർമ്മയിലുണ്ടാവട്ടെ. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരമൊരു പ്രകാശത്തിലേക്ക് എത്താത്ത എല്ലാ മനുഷ്യരുടെയും നിലനിൽപ്പ് വളരെ അപായത്തിലാണ്. അവർക്കാർക്കും ചരിത്രത്തിലോ വരുന്ന തലമുറയുടെ നെഞ്ചിൽ തീരെ ഇടമില്ല. ആമേൻ.